മലയാളത്തിൽ കാ എഴുതി വെച്ചിരിക്കണേ. കാ 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 കാ. Guys, welcome to China. ഗുനാൻഷിയോ എടാ ന്യൂ ഇയർ എന്തായിരുന്നു പറയാ? ഷിന്യാൻ കൊയിലം ഗൈസ്, ഷിന്യാൻ കൊയിലം. അപ്പം ഞാനുള്ളത് പിന്നെ ഷിയാൻ എന്ന് പറയുന്ന സെൻട്രൽ പാർട്ടുള്ള സിറ്റിയിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മുസ്ലിം സ്ട്രീറ്റിലോട്ടാണ്. എന്തിനാ മുസ്ലിം സ്ട്രീറ്റിൽ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, മുസ്ലിം സ്ട്രീറ്റ്. അസ്സലാമു അലൈക്കും. ഷിന്യാൻ കൊയിനോ? Okay. Two yuan? No. 20? What is that? It means Kundal fry. This is seafood. It's a very unique kind of seafood. It's squid, grilled squid. You. Okay guys, അപ്പം വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഞാനുള്ളത് മുസ്ലിം സ്ട്രീറ്റിലാണ്. ഇവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിയാനിലുള്ള ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ നമ്മളെ കൂടെ നമ്മളെ ലീന്തോങ് ഉണ്ട്, അന്ന ഉണ്ട്, പിന്നെ നമ്മളെ അഫ്സൽ ഭായ് ഉണ്ട്. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ ദ ഫുഡ് സ്ട്രീറ്റ്. ഇവിടെ ഫുള്ള് മുസ്ലിങ്ങളല്ലേ? ഈ മുസ്ലിം സ്ട്രീറ്റിന്റെ മെയിൻ പ്രത്യേകത എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയോ വർഷമായിട്ട് ഉള്ള സ്ഥലമാണ്. ലൈറ്റ് ഈസ് നോട്ട് ഗുഡ്. ഓക്കെ പറയൂ. ദാറ്റ്സ് ഗുഡ്. യു ആർ റൈറ്റ്. ഓക്കെ പറയൂ. എത്ര വർഷമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇവിടെ പ്രോപ്പർലി മുസ്ലിംസ് ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഫുൾ ഹലാൽ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ചൈനീസ് ഗവൺമെന്റിന് ചൈനയിൽ എവിടെ വേണമെങ്കിലും ഡെവലപ്മെന്റ് കാര്യങ്ങൾ നടത്താൻ പറ്റും. പക്ഷെ മുസ്ലിം സ്ട്രീറ്റ് ഒത്തന്റിക് ആയിട്ട് ഇവര് ആ ആൻഷ്യന്റ് സംഭവം കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കാരണം അവർക്ക് ഇവിടെ ഒരു ഡെവലപ്മെന്റോ ഇതിവിടെ ഒരു റോഡ് പണിയാനോ ചൈനീസിൽ ഒരു ഡെവലപ്മെന്റും ഇവിടെ നടക്കില്ല. ഗവൺമെന്റിന്റെ ഇത് നടക്കില്ല. അപ്പോൾ ഗവൺമെന്റ് അത്രയും മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. मुस्लिम स्ट्रीट यहाँ पे आपको ब्लेंड मिलेगा चाइना का और मुस्लिम कल्चर का. इसके अलावा फूड ऑप्शंस को डिस्कवर करने के अलावा यहाँ पे बहुत सारी एंशिएंट मुस्लिम मॉस्क है जो कि आप सारे एरिया के अंदर डिस्कवर कर सकते हैं. वन ऑफ द बिगेस्ट एंशिएंट मॉस्क इज ग्रैंड मॉस्क. तो मे बी वी गॉट द टाइम टुमारो वी विल गो देयर एंड विजिट ऑल्सो. और यहाँ पे तो बहुत सारे ऑप्शंस हैं फूड के लिए डिस्कवर करने के लिए. सो लेट्स गो. ഹിന്ദിയിലാണ് പറഞ്ഞുകൊണ്ട് കേൾക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ ദ ഫുഡ്. ഗ്രാൻഡ് മോസ്ക് ഉണ്ട് ഇവിടെ. ഗ്രാൻഡ് മോസ്ക്. ഓക്കെ. ചൈനയിൽ തന്നെ ഏറ്റവും വലിയൊരു മോസ്ക്, ഒരു ടോപ്പ് ലിസ്റ്റിലുള്ള മോസ്ക്. അത് ചെയ്യാൻ ഇവിടെയാണ് മോസ്ക് വരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് എന്തിനു വന്ന? നമ്മൾ ഫുഡ് എക്സ്പ്ലോർ. ഓക്കെ, ആൻഡ് ദെൻ ഫുഡ്. ഫോക്കസ് ഓൺ ഫുഡ് ഗൈസ്. ഇത് പോർക്കല്ലേ? ഓൺലി ബീഫ്, ചിക്കന് അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുണ്ട്. അത് നമ്മളെ നാട്ടിലത്തെ ചിപ്സ് പോലെ ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടറ്റോ. ഇതിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എല്ലാവരും തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണേ. ഇതൊക്കെ എന്താ? ഹലോ, അസ്സലാം വലൈക്കും. ഈ അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞിട്ടോ പുള്ളി തിരിച്ചൊന്നും പറയുന്നില്ല. പുള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സീ. ഓക്കെ, ഇതൊക്കെ നോക്കി. ഇത് നല്ല രസം കിട്ടുക കാണാൻ. ലുക്കിംഗ് ഗുഡ്. How much? 10块要3个。 1 yuan ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഏക rice cake. It's good actually. Ega. It is very delicious. It's not very sweet and not very, you can say, heavy. Not heavy. It's very light. Okay. The first food from Chinese street is കൊച്ചുമാ. എന്നാ കഴിച്ചോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടില്ല. ആവശ്യമാ ഇതാട്ടോ സാധനം. ഇത് എത്ര യുവാനടാ? 4 അല്ലേ? ചൈനീസ് ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടുത്തെ തിരക്ക് നോക്കിയേ. നിന്ന് തിരിയാൻ സ്ഥലമില്ല. നോക്കൂ, ഫുള്ള് ജനങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും ഇവിടുന്ന് ഒരു ഫുഡ് കിട്ടാനും എല്ലാത്തിനും. ഭയങ്കര തിരക്ക് കാരണം
പിന്നെ നമ്മൾ ഇതൊക്കെ ആ ഏരിയക്ക് ഫുഡിൻ്റെ ഏരിയക്ക് ഒന്ന് പോകാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ ഉദ്ദേശിച്ച പോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല നമുക്ക്. അതുണ്ടോ പുള്ളി താടിയൊക്കെ വെച്ചിട്ട് ഇവിടെ ചൈനീസ് ആൾക്കാർക്ക്, ഇവിടെ ചൈനക്കാർക്ക് താടിയൊക്കെ വരൂലേ? അല്ല മുസ്ലിം ആൾക്കാർക്കൊക്കെ താടിയുണ്ട്. കുറച്ച് തൊപ്പിയൊക്കെ ഇട്ട് എടുക്കുക. ഇവിടെ 80% ആൾക്കാർക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഒരു 20% വിശ്വാസികളുണ്ട്. അതിൽ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പിന്നെ ബുദ്ധിസ്റ്റ്. നമുക്ക് എവിടെ ഇതെവിടെ നയിക്കാം? അന്ത സാധനം എന്താ എന്താണ് നല്ല ടേസ്റ്റ് ഉള്ളത്? അത് ഈ ബണ്ണ് പോലെ സാധനം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ബീഫ് വെച്ച് ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. ട്രൈ ചെയ്യണം. അവിടുത്തെ കാണുന്നതാണോ? ആ അതന്നെ. എത്ര റുപ്യ ഇവിടെ? 15. ഞങ്ങളവിടുന്ന് 8. പക്ഷേ ഒതന്റിക് എന്നാ പറയും രണ്ടെണ്ണം പറഞ്ഞോ? ഒന്നോ? ദിസ് ഈസ് ദ മേജർ വൺ. ഓക്കെ രണ്ടെണ്ണം. ലിയാങ്ക. എന്തൊരു ക്യൂ ആ നോക്കി. പോപ്പുലർ ഗൈസ്. നോക്കി ക്യൂ, വലിയ ക്യൂ ആണ്. ഇവക്കിത് തിന്ന് തീർത്തിട്ട് അടുത്ത് നിന്നാ പോരെ? അപ്പൊ അടുത്തല്ലേ ഇതിൽ നിൽക്കണം അല്ലേ? അപ്പോൾ ഗൈസ് അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് 10-15 മിനിറ്റ് ആയി, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫുഡ് കഴിച്ച് നോക്കിയല്ലോ. ഇതെന്താ പിണ്ടിയോ? അതന്നെ. നീ പിന്നെ ഇംഗ്ലീഷ് അല്ലേ പറഞ്ഞേ? ഞാൻ പിണ്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലെ തൃശ്ശൂരിൽ പിണ്ടി എന്നല്ല പറയാ. എന്താ പറയാ? ഫുഡ് ഉണ്ട്. എടാ ഇത് പൊരിച്ചതല്ലല്ലോ, ഇത് വരട്ടിയ പോലെ അല്ലേ? ഇതാണോ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക? ഇതിനെത്ര റുപ്യ ചോദിച്ചു നോക്കാം. ഫുഡ് വൈഫ് സാധനം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ സ്ക്രീൻ എന്താണെന്ന് അറിയില്ല. മിനിങ്ങുന്ന പോലെ മിനിങ്ങുന്നുണ്ടല്ലോ. വാട്ടപ്പൻ. ഓ എൻ്റെ ലൈറ്റ്, എൻ്റെ മേലത്തെ ലൈറ്റാണോ ഈ മിനിങ്ങ് പോലെ മിന്നുന്നത്? ഓക്കെ ഇപ്പം റെഡി അല്ലേ? ഓക്കെ റെഡി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഇത് കഴിക്കാൻ പോണേ. കുരുമുളക് കിട്ടിയിട്ട് വേറെ ലെവല് കഴിച്ചു. അഫ്സൽ ഭായ് നല്ല കിടിലൻ. ഇതെന്താണിത്? പന്നിക്കുട്ടിയോ എലിക്കുട്ടിയോ? കാല് മാത്രമോ? ഓ മട്ടൻ്റെ കാല് മാത്രം കൊടുക്കുന്നു. മിന്നുന്നില്ലേ ഇങ്ങനെ ക്യാമറ? ലൈറ്റ് പറഞ്ഞിട്ടോ? എന്താ ലൈറ്റ് നല്ല പറഞ്ഞിട്ട് ആന്നല്ലേ? ഇത്രയും നേരം മിന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മളെ ഐറ്റം വന്നിരിക്കുകയാണ്. ഓളോട് ഓക്ക് അറിയ പോലില്ല ചൈനീസ്. കുടുങ്ങി. ഇതാണ് കേട്ടോ, അത് ഇങ്ങനെയാണ് ഉണ്ടാക്കണേ നമ്മളാ സാധനം. നാഗ ഇതാണ് ചൈനീസ് ബ്രെഡ്. ഇതിനെ ഇവിടെ ഒരു പറയാ ചൈനീസ് ഹാൻബർഗർ എന്നാണ് കേട്ടോ. ആഹാ പുളി ഐറ്റം കത്തി വെച്ച് തന്നെ അവനത് ഉള്ളിൽ കയറ്റും. ആഹാ കഴിച്ചു നോക്കണം. അപ്പോൾ
ഒരുപാട് വെയിറ്റിങ്ങൾക്ക് ശേഷം നമ്മുടെ സാധനം വന്നിരിക്കുകയാണ്. അഫ്സൽ ഭായി ഒരു കടി അടിച്ചിട്ടുണ്ട്, ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കടിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ പറയണല്ലോ. നമ്മുടെ ഷവർമ്മൻ്റെ രസം. ഈ ഇറച്ചി നമുക്കൊരു പച്ച ചോദിക്കും, പിന്നെ ഈ ബ്രെഡ് കുറച്ച് ഹാർഡാണ്, അങ്ങനത്തെ 2-3 പ്രശ്നം. എന്നാലും കുഴപ്പമില്ല, മട്ടനാണല്ലോ. അതൊക്കെ കഴിച്ച് ഫുഡ് സ്ട്രീറ്റിൻ്റെ നടുവ് കൂടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ നോക്കിയേ, ഓടിക്കാത്ത തിരക്ക് കഴിച്ച് അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. ഞങ്ങളിങ്ങനെ നീങ്ങി ചെറുതായിട്ട് നീങ്ങി എന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുവിധം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും തോന്നുന്നു. ഞാനൊരു സൈഡിൽ കൂടെ എങ്ങനെയെങ്കിലും ഉള്ളോട്ട് കയറാൻ നോക്കട്ടെ. ഐ ഹോപ്പ് ഫുള്ള് കയറി കിട്ടിയിട്ടുണ്ട്. ഓരോന്ന് എന്തൊക്കെയോ ഫുഡ്. ആട്ടിൻ്റെ തല, ഗൈസ്, ആടിൻ്റെ തല, ആടിൻ്റെ പിണ്ടി, അതാണ് അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല ക്യൂ ആണല്ലോ. നമ്മൾ കഴിച്ച നേരത്തെ അതേ ഫുഡ് എല്ലായിടത്തും ഒടുക്കത്തെ ക്യൂ ആണ്. നമ്മളെ കൂട്ടത്തുള്ളവരൊക്കെ മിസ്സായി. ചൈനീസ് നോ. എന്നോട് ചൈനീസിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചൈനീസ് ഒരു കാരണവശാലും പിടിക്കില്ല. പക്ഷെ ഇവിടെ വൃത്തിയും കാര്യങ്ങളൊക്കെ എത്ര തിരക്കുണ്ടായിട്ടും വൃത്തിക്ക് ഒരു കുറവില്ല കേട്ടോ. ഓരോ ഫുഡ് ഐറ്റംസ് നമ്മൾ ഇന്നേ വരെ ജീവിതത്തിൽ കാണാത്ത ഓരോ തരം ഫുഡ് ഐറ്റംസ് കേട്ടോ. ഓരോ സ്ഥലത്ത് ഇവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ തോന്നും. ഇങ്ങനെ ഈ ഇവിടെ ഈ ഇതില്ലേ ഇൻഡസ്ട്രി പാർട്ട്, അത് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു എല്ലാവർക്കും കഴിക്കാൻ. ഏറ്റവും കൂടുതലുണ്ട്. വിളിച്ചിങ്ങനെ പറയാ, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഡ്രൈ ബീഫ് തന്നെ, ഫുള്ള് ഡ്രൈ ബീഫ് തന്നെ. ഇതും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതല്ല, ഈ ഡ്രൈ ബീഫ് ഇവിടുന്ന് ഇതിങ്ങനെ തന്നെ ഒരു കഴിക്കുക. പക്ഷെ ഇത് പൊരിച്ചടിക്കണം, എന്നാ പൊളിക്കും. അമ്മോ, ഇവിടെ അമ്മ റഷ് കേട്ടോ. ആ വേറെ ആരും ഗൈസ്. ഓക്കെ, dry meat, beef, right? Beef and mutton, okay. It is good or not? No, okay. Okay. അപ്പോൾ നമ്മൾ ഇൻസൈഡ് ഒരു ഷോപ്പിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പോലീസിൻ്റെ ഡ്രസ്സ് ഇടാൻ വേണ്ടി പറ്റും. പോലീസ് ഓർ പട്ടാളം? മിലിറ്ററി. പട്ടാളം. ഓക്കെ, ഇതാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുത്തിട്ട് ഇടാൻ വേണ്ടി പോവാം. അപ്പം നമ്മൾ ചൈനീസ് പോലീസ് അല്ല, ചൈനീസ് മിലിറ്ററി. ഓക്കെ, മേലെയാ? ആ കണ്ടോ, ഇവരെ പോലെ നിൽക്കും. ഗൈസ്, ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സമ്മതിക്കില്ല. പക്ഷേ ഞാൻ ചൈനീസ് പട്ടാളക്കാരനായി. ചൈനീസ് പട്ടാളം തൊപ്പി വെച്ചിട്ട് പോരാട്ടോ. അപ്പോൾ ഗൈസ്, so I become Chinese police. No, Chinese military. ബോംബെല്ലുണ്ട്. അപ്പോൾ പിടിയില്ല. ഇനി ഇവിടുന്ന് ഉള്ളത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നോക്കിയാൽ എൻ്റെ മൊത്തം ഔട്ട്ഫിറ്റ് നോക്കി ചൈനീസ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ മൊത്തം 5 ഫോട്ടോ സെലക്ട് ചെയ്തു. നല്ല കിടിലൻ ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. അപ്പം പുള്ളീൻ്റെ റൂമിൽ പ്രിൻ്റർ ഉണ്ടായതുകൊണ്ട് പിന്നെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നില്ല. അപ്പം വീണ്ടും ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങി ഇപ്പോൾ 9 മണിയായി. ഇപ്പോഴും ഇവിടെ പെരിഞ്ചാതി തിരക്കാണ് കഴിച്ച് നോക്കി. ആദ്യമായിട്ട് കുറച്ച് തിരക്കില്ലാത്തടത്ത് വന്ന് നിന്ന് ഞാൻ. ഫുൾ ഈ സ്ട്രീറ്റ് മൊത്തം ഫുഡിൻ്റെ ഏറും പിടിയാണ് കഴിച്ച്. നല്ല രസമുണ്ട്, മൊത്തത്തിൽ ഭയങ്കര ഭംഗിയുണ്ട്. തേങ്ങ കഥ പച്ചവടൊക്കെ വെച്ചിരിക്കുന്നത്. തേങ്ങ വേണേൽ നമുക്ക് പോയിട്ട് അവിടുന്ന് തേങ്ങാ വെള്ളം ഉണ്ട്. തേങ്ങാ വെള്ളമൊക്കെ ഇവിടെ ഫേമസ് കേട്ടോ. തേങ്ങാ വെള്ളം, ഇളനീർ വെള്ളം എന്നല്ലേ പറയാ. മുസ്ലിം സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രീറ്റ് പൊള്ളിയാട്ടോ. ഭക്ഷണം കഴിക്കാൻ ഷിയാങ്ങിൽ വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി. ചൈനീസ് ഫുഡ് എല്ലാം ട്രൈ ചെയ്യാം.
ഇതിൻ്റെ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നോക്കി ഗൈസ് എല്ലാം വൃത്തിയാക്കി കൊണ്ടെടുക്കണം. അതാണ് ഇവിടുത്തെ കൾച്ചർ, ക്ലീൻ ആൻഡ് ക്ലീൻ. ഒരു പോലീസുകാരെ നടുവിൽ വെപ്പുണ്ട് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഒരു ഹോട്ടലാണ്, പക്ഷേ ട്രഡീഷണൽ സ്റ്റൈലിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നോക്കി നല്ല വൃത്തിയില്ലേ കാണാൻ, നല്ലൊരു ഭംഗിയില്ലേ. അതായത് ആ നാടിൻ്റെ കൾച്ചർ എടുത്ത് കാണിക്കുന്ന രീതിയിൽ ബിൽഡിങ് സെറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകൾ കൂടുതൽ വരും. നമുക്ക് നമ്മളെ നാട്ടിൽ നമ്മളെ തനിത് സ്റ്റൈലിൽ ഓരോ ബിൽഡിങ്ങൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഒരു സ്പോട്ടായി. കുറച്ചുകൂടി ടൂറിസ്റ്റിന് വരുമ്പം ഒരു ലൈറ്റ്ഫുൾ മൂമെൻറ്റുകളായിരിക്കും. മലയാളത്തിൽ കാ എഴുതി വെച്ചിരിക്കണേ, കാ 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 കാ. ഇതെന്താ വായിക്കുക? ഇതൊക്കെ കാ 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 കാക്ക. ഇങ്ങനല്ലേ വേണോ? എന്താ ആർക്കാ? നാഗ നാഗല്ലേ? ഈഗ. ഓക്കെ. ഇത് അനാറ്. ഇതെന്താ സാധനം? ഈ സാധനം ഒരുമാതിരി കയ്പിന്റെ ഈ ഇതിന്റെ മനസ്സിലായി. കൊള്ളാം. അയ്യോ പൊളി, നല്ല രസമുണ്ട്. നല്ല രസമുണ്ട് ഇത് കാണാൻ. ഓ, ഇവർക്ക് തന്നെ പരിപാടി. ഈ സാധനം ഇന്നല ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇക ആ ജി നോ ഗീഗ. ഇതിനെത്ര? 15 രൂപ. 150 റുപ്യ. 150, 160, 170 ആ ഒരു പൈസ റേഞ്ച് വരും കേട്ടോ. പിന്നെ ചെറിയ സുവനീർ സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങാം. കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സാധനങ്ങളുണ്ട്. അത് വേറെ എന്തോ ഒരു സാധനം. യോഗട്ട് എത്ര റുപ്യ? 10. ഓക്കെ. ശീക热的吗？凉的？啊？喝热的吗？喝凉的？热的还是冰的？不，热的。ചൂടുള്ളതാണോ? തണുത്ത്.有冰的吗？有冰的啊，哎，这就是冰的，这是冰的吗？哎，这是冰的。ഓക്കെ. യോഗട്ട്. അതൊന്ന് പൊട്ടിച്ചു കുത്ത്. ഇതെന്താന്ന് കഴിച്ചു നോക്കണമല്ലോ. ഇവിടെ എല്ലാം ട്രഡീഷണൽ അല്ലേ ഇത്? ഓ, ചേട്ടൻ കാണിച്ചു തരുന്നു എങ്ങനെ പൊട്ടിക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഓ, കഴിച്ചോട്ടെ. വെരി ഗുഡ്. പൊളി. ഒന്നാമത് എനിക്ക് യോഗട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് വേറെ ലെവല്. ഹാപ്പി ന്യൂ ഇയർ എന്നാ പറയാ? ഗോനിയൻ ഹൗ. നമ്മളിപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടി പോവാണ്. ഈ റെസ്റ്റോറൻറ്റിന്റെ പേരറിയില്ല, മുസ്ലിം സ്ട്രീറ്റിലുള്ളവർ. അതെന്താണ്? ഇത് ബിയാങ് മിയാൻ എന്ന് പറഞ്ഞ നൂഡിൽസ് ആണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ബിയാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനീസിലെ ഏറ്റവും വലിയ ക്യാരക്ടർ. അതിൽ ചൈനീസ് ക്യാരക്ടർ എഴുതേണ്ടത് ഓരോ സ്ട്രോക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കൂടുതൽ സ്ട്രോക്കുകൾ ഉണ്ട്. 100 കൂടുതൽ സ്ട്രോക്ക്, അതായത് ഓരോ വരെയും ഓരോ സ്ട്രോക്കാണ്. അപ്പൊ 100-120 സ്ട്രോക്കുകൾ ഉണ്ട് അതിൽ. കാരണം ചൈനീസുകാരികൾക്ക് പോലും എഴുതാൻ ഇത്തിരി ടാസ്കുള്ള സാധനമാണ് അല്ലേ? ഓക്കെ. ഇവിടെ എന്താണ് സ്പെഷ്യൽ? ആ ബിയാങ് മിയാനാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇത് മറ്റേ സിയാനിലൊരു ഒത്തൻറ്റിക് സ്പെഷ്യൽ ഫുഡാണ്. പിന്നെ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് പാവമോ എന്ന് പറഞ്ഞൊരു ഫുഡും. അതും ഈ മെയിനായിട്ട് അതിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൻ ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നിഹാമിയാങ് അത് കഴിക്കാൻ വേണ്ടി മുന്നേ ഞാനിവിടെ ഒരു സാധനം കണ്ടു ഗൈസ്. പപ്പടവട അല്ലെങ്കിൽ ദോശ എന്ന് പറയും. നല്ല മഞ്ഞ കളർ ദോശ. ക്യാമറ ഫോക്കസ് ആവും. നോ ചൈനീസ് നോ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? സോറി. അപ്പോൾ ഇതൊരു 15 യുവാനാണ്.
ഇത് വേറെന്തോ ഒരു സാധനം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, അതെന്താ സാധനം? പപ്പട വട പോലെ? അറിയില്ല. നീ ആ ഒരു ചോദിച്ചോക്ക്. ആ ട്രൈ ഗുഡ് ആക്ച്വലി. നല്ല ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. ഇനി നമുക്ക് നൂഡിൽസ് കഴിക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു അണ്ടാവിലാട്ടോ അവർ നൂഡിൽസൊക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇതായി തോന്നിയ ഒരു ദോശ ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒരു പ്രത്യേക തരം ദോശ നോക്കിക്കോട്ടോ. ഇത് ദോശയല്ല, ഇത് നൂഡിൽസാണ്. ഇത് ഒരു ഞാൻ കട്ട് ചെയ്യും. അടിപൊളി. ഇങ്ങനെ ദോശ ഉണ്ടാക്കാം. എല്ലാം വെറൈറ്റി തരത്തിലാണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഉള്ളോട്ട് പോവാം. ഇതൊക്കെ ഓരോ സാധനം നൂഡിൽസൊക്കെ ഇങ്ങനെ ചൂട് വെള്ളത്തിൽ കണ്ടിടുന്ന് 2-10 സെക്കൻഡ് വെക്കുന്നു. അത് ചൂടായിട്ട് ഇങ്ങനെ വരുന്നു. ഓക്കെ, റെസ്റ്റോറൻറ്റ് ഉള്ളിലത്തെ തിരക്ക് നോക്കി, എന്തോരം ജനങ്ങളാണ് നോക്കി റെസ്റ്റോറൻറ്റിൽ. ഇവിടെയൊക്കെ വൻ രസമാണ്, ബില്ലടിക്കലും സാധനം എടുക്കലൊക്കെ. ഇതാണ് നമുക്ക് കിട്ടിയ സ്ഥലം. നമ്മളെ ഫസ്റ്റ് ഫുഡ് വന്നിരിക്കുകയാണ്. ഇതിന്റെ പേരെന്താ? ബിയാങ് ബിയാങ് മിയാങ്. നമ്മളാ വലിയ ക്യാരക്ടറുള്ള സാധനം ബിയാങ് ബിയാങ് മിയാങ്. ഓക്കെ, അപ്പം ഒന്ന് ലിന്തോങ്ങിന്റെ, ഒന്ന് മറ്റേ അന്നന്റെ, ഒന്ന് അഫ്സൽ ഭായിന്റെ. അപ്പൊ ഞാൻ ഇത് കഴിക്കാം. ആദ്യം തന്നെ ബീഫ് എടുക്കാം. നമുക്ക് ചൈനീസ് ഫുഡൊന്നും പറ്റില്ല. നമുക്ക് നമ്മൾ ഇന്ത്യൻ ഫുഡും നല്ല അങ്ങനത്തെ വല്ലതേ പറ്റൂ. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്ന് കഴിച്ച നല്ല ബിരിയാണിയാണ് അല്ലേ. ഇതൊരു നൂഡിൽസാണ്. ഇതിന്റെ പേരെന്താ? ബിയാങ്. ഇതാണ് ബിയാൻ. മിയാനാണ് മറ്റേ സാധനം. ഇത് ചൈനക്കാരെങ്ങനെ കഴിക്കണാവോ? ഇന്ത്യൻ ഫുഡ് തന്നെയാണ് ബെസ്റ്റ്, വേൾഡ് ബെസ്റ്റ് ഫുഡ്. അല്ല അപ്പോൾ നമ്മൾ അടുത്ത 2 ഫുഡ് കൂടി വന്നിരിക്കുന്നു. ദിസ് ഈസ് Momo. Can you tell me the taste? Yeah, both. Everyone. Is good or not? ഇതിൽ എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത്? ബ്രെഡ് ഉണ്ട്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പൊട്ടിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഗ്ലാസ് നൂഡിൽസ് ആണ് ഈ സാധനം. ഈ നൂഡിൽസ് ഗ്ലാസ് നൂഡിൽസ്. ഓക്കെ, അപ്പോൾ ഇതോ? ഇത് നമ്മുടെ ബീഫ്. ഇത് മട്ടൻ. ഇതെന്താണ്? വെളുത്തുള്ളി. എന്തിന്? വെളുത്തുള്ളി ഇവര് ഇതിന്റെ ഒപ്പിട്ടിട്ട് കഴിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കും, സൂപ്പറാ. എന്നെ ചീത്ത പറയരുത്. വെളുത്തുള്ളിക്ക് വെളുത്തുള്ളിന്റെ ടേസ്റ്റ് തന്നെയല്ലേ? ഇതെങ്ങനെയാണ് അവർ പച്ചക്ക് അതിന് മിക്സ് ചെയ്തിട്ട് കഴിക്കും. അതായത് ഇത് കുറച്ച് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി എടുത്ത് കഴിക്കും. ഇവർക്ക് ഭ്രാന്തുണ്ടോ? അല്ലല്ല അമേരിക്കക്കാരൊക്കെ വന്നിട്ട് നമ്മളെ സ്പൈസി ഫുഡ് കണ്ടിട്ട് പറയും ഇവർക്ക് ഭ്രാന്താണ്. ഇത് കഴിച്ചു നോക്കോ. ഇത് ടേസ്റ്റ് രണ്ടും തന്നെയല്ലേ? നമ്മളെ നാട് തന്നെ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ തന്നെ, പക്ഷേ ബാക്കിയെല്ലാം ചൈനയുണ്ട്.
Actually, these are the traditional, very traditional. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 2-3 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത്. കിടിലൻ സ്ഥലമായിരുന്നു. നല്ല വൈബ് അടിച്ച് ഞങ്ങൾ കുറേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയടാ. ആ ചെറിയ ഓട്ടോറിക്ഷ കയറിയല്ലോ. നല്ല പൈസ പറയും അത്രയും ദൂരത്തേക്ക്. ഞാൻ ചേച്ചി പൈസ കുറവാണ് എന്നാ. പക്ഷെ 3 കയറാൻ പറ്റുമോ? ദൂരം ഉണ്ടല്ലോ. എത്ര ദൂരം ഉണ്ട് ഇവിടുന്ന്? കൊറേ ദൂരം ഉണ്ടോ? 10 കിലോമീറ്റർ ഉണ്ടോ? ഇല്ല അത്രയൊന്നുമില്ല. ആ പിന്നെ അതാ ഷീൻചാൻ ചോദിച്ചു ചോദിച്ചു. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് പോകാൻ പറ്റുമോ നോക്കാം. 50 യുവാന പറഞ്ഞു. നാട്ടിലത്തെ 600 രൂപ. 50 യുവാനോ? ഒരു 15 ഇല്ല 20 യുവാന. ദൂരം കൂടുതലല്ലേ. എന്നാ ടാക്സി ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എവിടെ ടാക്സി കയറാൻ വേണ്ടി നോക്കാം ഗൈസ്. അപ്പം ഈ ഫുഡ് വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ല കിടിലൻ വീഡിയോ ആയിരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ സിയാലിൽ വരികയാണെങ്കിൽ ഈ മുസ്ലിം സ്ട്രീറ്റ് മറക്കാതെ വരിക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ കൂടെയുള്ള പെൺകുട്ടി പോയി അവിടെ ഉള്ള റൂമിലോട്ട് പോയി, അപ്പാർട്ട്മെൻറ്റിൽ പോയി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം ബൈ 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 ബൈ.